ഹായ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കടക്കാനാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എയർലൈൻ ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനു മുമ്പേ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണണം കേട്ടോ. ലിങ്ക് ഐക്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് പ്രൊഫഷണൽ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നെങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി എങ്ങനെയെന്ന് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് നോക്കാം. നല്ല വശത്താക്കിയിട്ട് നിവർത്തിയാക്കാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് നല്ല വശമാണ്. ഇനി മറ്റേ പീസിൻ്റെ നല്ല വശം ആ നല്ല വശത്തോട് ചേർത്തിട്ട് വെക്കാൻ, നല്ല വശവും ചേർത്ത് വെക്കാൻ. ഇപ്പോൾ ഈ പുറത്ത് കാണുന്നത് ചീത്ത വശമാണ്. നല്ല വശവും ചേർത്തിട്ട് വെക്കാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ രണ്ടിൻ്റെ ഷോൾഡർ കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാവധാനമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഒന്നുകൂടെ പറയുന്നത് നല്ല വശമാണ് ചേർത്ത് വെക്കേണ്ടത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ കെട്ടിട്ട് കൊടുക്കണം. അതായത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാൻ. അതേപോലെ സ്റ്റിച്ച് അവസാനിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ കെട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ സ്റ്റിച്ച് കഴിഞ്ഞു പോകും. ഇതുപോലെ ത്രെഡ് കട്ടർ വാങ്ങിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കത്രിക എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിൽ നല്ല ഇതുപോലെ ഒരു ത്രെഡ് കട്ടർ വാങ്ങാൻ. അതിന് നമുക്ക് ഇപ്പുറത്തെ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ഫസ്റ്റ് കെട്ടിട്ട് കൊടുക്കണം. അതായത് കാണുന്നില്ലേ, തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കണം. അതേപോലെ അവസാനിക്കുമ്പോഴും എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും തുടക്കത്തിലും സ്റ്റിച്ചിങ് അവസാനിക്കുമ്പോഴും അത് കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പോകും. പിന്നെ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നെക്ക് മടക്കി തയ്ക്കലാണ്. അതെങ്ങനെയാണ് മടക്കി തയ്ക്കേണ്ടത് എന്നുള്ളത്, റൗണ്ട് നെക്ക് മടക്കി തയ്ക്കേണ്ടത് നമുക്ക് ഒരു മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത പോലെ റൗണ്ട് നെക്ക് ഇവിടെ ഒന്ന് മടക്കി തയ്ക്കണം. ആ വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടിട്ട് അത് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ആയതിന് ശേഷം ഇത് ചെയ്യാൻ നോക്കാൻ. ഓക്കെ? അല്ലാണ്ട് ഫസ്റ്റിലായിട്ട് ഇത് ചെയ്യാൻ നിന്നതിനാൽ നെക്ക് അങ്ങനെ മോശമാവുകയും ചെയ്യും. അത് യൂസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടും ആവും, അത്ര വൃത്തിയുണ്ടാവില്ല. അപ്പോൾ നെക്ക് ആദ്യം മടക്കി തയ്ക്കുന്ന വീഡിയോ കണ്ടിട്ട് അത് ശരിക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഇത് ഗാർമെൻറ്റിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കാരണം ഒരുപാട് പേര് അതൊന്നും ചെയ്യാത്തവരുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല തുടക്കത്തിൽ നിന്ന് തന്നെ പഠിക്കണമെന്ന്. അല്ലെങ്കിൽ ഇതേപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തത് പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് പിന്നത്തെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതേ സമയത്ത് തുടക്കത്തിൽ നിന്നേ ചെയ്ത ഒരാൾക്ക് പിന്നെ വരുന്ന ക്ലാസ്സിൽ ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിൽ നിന്നേ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് മടക്കി തയ്ക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ? വളരെ സാവധാനത്തിൽ വേണം കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കുറച്ച് നല്ല സ്പീഡോടെ ചെയ്താൽ കുഴപ്പമില്ല. ഫസ്റ്റിലായിട്ട് ചെയ്യുന്നവർ പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നുള്ളതിൽ സ്പീഡോടെ ചെയ്യരുത്. നെക്ക് വലിഞ്ഞിട്ട് വല്ലാത്തൊരു വൃത്തിയോടായിരിക്കും സ്റ്റിച്ച് ചെയ്തത് കാണാൻ. അപ്പോൾ അത്രയും സാവധാനത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ വളരെ സാവധാനത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാനും കൂടി വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്പീഡ് കുറച്ച് പതുക്കെ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും നന്നായിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡോട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരിക്കലും സ്പീഡോടെ ഇട്ട് ചെയ്യരുത്. ഓക്കെ? ഒന്നുകൂടെ പറയാന്ന്, നെക്ക് ഒരിക്കലും വലിച്ചു പിടിച്ചിട്ട് തയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. കാരണം ഫസ്റ്റിലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഡൗട്ട്സ് വരും. അപ്പോൾ അത് അപ്പം തന്നെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. കമൻറ്റ് വഴിയും ചോദിക്കണം. ഓക്കെ? അല്ലാത്തവർ കമൻസിൽ ചോദിക്കാം.
പിന്നെ ഒരു ഗാർമെൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. അപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റീപ്ലൈയും തരും. ഇപ്പോൾ നമ്മൾ എയർലൈൻ ഫ്രോക്കിൻ്റെ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയെന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. വളരെ പതുക്കെ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഒരിക്കൽ മടക്കി പിന്നെയും ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് മടക്കിയതിന് ശേഷം റൗണ്ടിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടത്. നമ്മളിപ്പോൾ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ട ഇതുപോലെ നല്ല വൃത്തിയിലുണ്ടായിരിക്കണേ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് കൈക്കുഴി മടക്കി അടിക്കണം. നമ്മളെങ്ങനെയാണോ നെക്ക് മടക്കി അടിച്ചത് അതേപോലെ തന്നെയാണ് കൈക്കുഴിയും മടക്കി അടിക്കേണ്ടത്. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി പിന്നെയും വീണ്ടും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് മടക്കി തേക്കേണ്ടത്. 2 കൈക്കുഴിയും അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അതുപോലെ ചെയ്യണം കേട്ടോ. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അരുകിലൂടെ വേണം, പരമാവധി അരുവിലിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അതല്ലാണ്ട് നടുവിലിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, ഒരു വൃത്തി ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ മടക്കി തേക്കുമ്പോൾ അതിൻ്റെ അരുകിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഗാർമെൻറ്റ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ ക്ലോത്ത് ആ കളറിലോ സെയിം കളർ നൂലോടെ തന്നെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഞാൻ ഡിഫറെൻറ്റ് കളർ നൂല് വെച്ച് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ സ്റ്റിച്ചിങ് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളർ നൂലോടെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത്രയും സാവധാനം ഞാൻ സ്ലോലാക്കിയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ആമോള് ഇപ്പോൾ ഒരുവിധം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു ഭാഗം ഫുള്ളായിട്ട് കഴിഞ്ഞ് ഇനി മറ്റേ കൈക്കുഴിയും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അത് ഞാൻ കുറച്ചുകൂടെ സ്പീഡായിട്ട് കാണിക്കും. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാകണം. ഇനി നെക്സ്റ്റ് നമ്മൾ മറ്റേ കൈക്കുഴിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റിലത്തെ കൈക്കുഴി സാവധാനം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ കൈക്കുഴി മടക്കി തയ്ക്കുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൈക്കുഴിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെയുള്ള എല്ലാം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്, ധൈര്യമായിട്ട് ചോദിക്കണം. ഡൗട്ട്സ് ക്ലിയർ ആയിട്ട് വേണം ഓരോന്നും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 2 കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഡ് ജോയിൻ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ രണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കാൻ, ഇതിൽ കാണുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലാണ്ട് ഒന്ന് താഴ്ന്നിട്ടും മറ്റൊന്ന് മുകളിലേക്ക് കയറിയിട്ടും താഴെ മേലയിലായിട്ട് അങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് രണ്ടും കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. താഴത്തോളം ഒരേപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അല്ലാതെ ഒരു തുണി മുകളിലും മറ്റേ തുണി അടിയിൽ നീങ്ങിപ്പോയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ലേ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ പറയുന്നത് സാവധാനം സ്റ്റിച്ച് ചെയ്യണം, തിരക്ക് കൂട്ടരുത്. ഇപ്പോൾ ഒരു സൈഡ് ജോയിൻ ചെയ്തതിന് ഇനി മറ്റേ സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കാൻ. നൂലൊക്കെ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റണം. അതായത് സ്റ്റിച്ച് തുടങ്ങുമ്പോഴും സ്റ്റിച്ച് ചെയ്ത് അവസാനിക്കുമ്പോഴും ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റണം. നൂലൊന്നും ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്തതിന് തൂങ്ങിക്കിടക്കാനൊന്നും പാടില്ല.
ഇപ്പോൾ 2 സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി താവ് മടക്കി തയ്ക്കണം. അതെങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് നമ്മൾ ജോയിൻ ചെയ്ത ആ ഭാഗമില്ലേ, ആ ഭാഗത്തു നിന്ന് വരുന്ന അരുവെന്ന് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് 1/2 ഇഞ്ച് വീതിയിൽ വേണം കര മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ മൊത്തം റൗണ്ടിൽ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒന്നുകൂടെ പറയുന്നത് 1/4 ഇഞ്ച് ഒരു മടക്കി വീണ്ടും 1/2 ഇഞ്ചും കൂടി 1/2 ഇഞ്ച് വീതിയിലും കൂടി മടക്കിയിട്ട് താവ് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞില്ല, വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ താവ് മടക്കി അടിക്കുമ്പോൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് പൊളഞ്ഞിട്ടല്ലേ ഇരിക്കും. അപ്പോൾ എപ്പോൾ ലൂസായിട്ട് മുകളിലത്തെ തുണി എപ്പോൾ ലൂസായിട്ട് വെച്ചിട്ട് വേണം മടക്കുന്ന ഫോൾഡ് ചെയ്യുന്ന ഭാഗമില്ല. അപ്പോൾ നന്ന ലൂസല്ല, ഒരു നോർമല് ഇതിലാക്കിയിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. അത് നിങ്ങൾക്കും തോന്നും. അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് എയർലൈൻ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇത് ആങ്കറിൽ തൂക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.